Hi friends, welcome to Yoonus Vlogz. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ ബാച്ചിലേഴ്സിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. നമ്മളിത് വയറ്റുന്നൊന്നുമില്ല, തിരുമ്പി വെക്കുക എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, നമ്മൾ മുമ്പിട്ട വീഡിയോ ഒക്കെ വളരെ വ്യൂസ് കുറവാണ്. അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു മടി ഉണ്ടായിരുന്നു വീഡിയോ ഇടാൻ. പക്ഷേ അത് നിർത്താണ്ട് രണ്ടാം ഇടാൻ പലരും പറഞ്ഞതുകൊണ്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഒരു കൊല്ലമായി ഞാൻ വീഡിയോ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടെങ്കിലേ അടുത്ത ആളുകൾക്ക് ഇത് സജഷനായിട്ട് പോകുള്ളൂ. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങളെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ കുക്കിങ്ങിന് നമ്മളൊപ്പം ഒരു പുതിയ അതിഥിയും കൂടി ഉണ്ട്. വേറെ പ്രത്യേകിച്ച് ഒന്നല്ല, ഞങ്ങളൊരു പുതിയ കുക്കർ മേടിച്ച്. നമ്മൾ പഴയ കുക്കർ എന്നും കംപ്ലൈന്റ് ആണ്, വാഷർ മാറ്റിയിട്ടൊന്നും അതിന്റെ എയർ നിൽക്കുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയൊരു മാറ്റുള്ള കുക്കറാണ്. അതിന്റെ ഒരു അൺബോക്സിംഗ് കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര പ്രൊമോഷൻ ഒന്നല്ല, നമ്മൾ പുതിയത് മേടിച്ചത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്തി തരുന്നത് മാത്രം. അത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കുക്കിംഗ് കഴിഞ്ഞാൽ പറഞ്ഞുതരുന്നുണ്ട്. ഓക്കെ, നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മൾ മേടിച്ച കുക്കർ. ഇത് ഇതിന്റെ ഇവരെ കമ്പനിയുടെ പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, നമുക്കത് കാണിച്ചു തരാമെന്ന് കരുതി മാത്രം. സാധാരണ നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അധികവും മറ്റു ടൈപ്പുള്ള കുക്കറുകളാണ്. അപ്പോൾ അതൊന്ന് നല്ല വെയിറ്റ് ഉണ്ട്. സാധാരണ നമ്മൾ മേടിക്കുമ്പോൾ ചെറിയ ഇത് അത്ര കനം വരാറില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ അതിന്റെ മൂടി, പിന്നെ ഇത് വരുന്നത് ഇതിന്റെ ഹാൻഡിലാണ്. ഒരു ഓഫറിൽ കിട്ടിയ കാരണം വാങ്ങിച്ചതാണിത്, കണ്ടില്ലേ. പിന്നുള്ളത് എന്താ, ഇതിന്റെ കൂടെ അതിന്റെ 9 ലിറ്ററിന്റെ ഒരു കുക്കറാണ്. സാധാരണ നമ്മൾ 5 ലിറ്ററാണ് അവിടെ യൂസ് ചെയ്തിരുന്നത്. കുറച്ച് വലുതും കൂടി ആയിക്കോട്ടെ എന്നുള്ളതിലാണ് ഇത് വാങ്ങിച്ചത്. ഓക്കെ, ഇതിന്റെ ഉള്ളില് 2 ഹാൻഡിലുണ്ട്, അതിന്റെ വിസില്, സ്ക്രൂ, ഇത്ര ഐറ്റംസ് ആണ് ഉള്ളത്. നമുക്കൊന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ കുക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതില് നിനക്കൊന്ന് കാണാം, നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇത് നല്ല വെയിറ്റ് ഉള്ള കുക്കറാണ്. ഇതിന്റെ മൂടിയുടെ പ്രത്യേകത കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ പ്രത്യേകത. ശരിക്കും മാനുവലി ടൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ഒപ്പം തന്നെ ഇതിന്റെ വിസലുണ്ട്. ഹാൻഡിൽ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത്, ഇതാണിത് ഇതിന്റെ വരുന്ന പാർട്സുകൾ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് ടൈറ്റ് ആക്കിയതിനു ശേഷം ഈ ഭാഗം ടൈറ്റ് ചെയ്താൽ മതി. തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടൈറ്റ് ആവും. കണ്ടോ, ഇങ്ങനെ ടൈറ്റ് ചെയ്യാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റേന്റെ കാട്ടി ഒന്നും കൂടിയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എയർ ടൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ തുണിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇനി വാഷർ കംപ്ലൈന്റ് ആയാലും നമുക്ക് അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഞാൻ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അതിന്റെ ബാക്കിയുള്ള പ്രത്യേകത കൂടിയും പറഞ്ഞുതരുന്നുണ്ട്. ഓക്കെ, ഇത് പുതിയതാണ്, ആദ്യമൊന്നും വാഷ് ചെയ്യേണ്ടത്. നമ്മൾ എടുത്തിട്ടുള്ളത് 1/2 കിലോന് എല്ലില്ലാത്ത ബീഫാണ്. പിന്നെ എല്ല് നമ്മൾ സെപ്പറേറ്റ് മേടിക്കണം ചെയ്യാറ്. അങ്ങനെ അതിൽ കിടാൻ കുറച്ച് എല്ല് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1.5 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. പിന്നെ ഹോൾ ഗരം മസാല കുറച്ച് എടുത്തിട്ടുണ്ട്. അതിൽ ഗ്രാമ്പു, പട്ട, ഏലക്കായ, ബേ ലീഫ്. പിന്നെ 2 മീഡിയം തക്കാളി, 2 പച്ചമുളക്, വേപ്പിൻ്റെ ഇല, 2.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ അതിലേക്ക് നമ്മൾ കായം കൂടി ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കായ ലാസ്റ്റാണ് ഇടുള്ളൂ. പിന്നെ 2 വലിയ സവാള അരിഞ്ഞതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ എടുത്തുള്ള കുക്കർ നല്ല വലിയ കുക്കറാണ്. സംഭവം നമ്മൾ മറ്റേ കുക്കർ കേടായതുകൊണ്ടാണ് എടുക്കുന്നത്. ഇപ്പൊ അതിനുള്ള ക്വാണ്ടിറ്റി ഒന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഏകദേശം എല്ലാം കൂടി ഒരു 3/4 കിലോനാണ് ബീഫും എല്ലും കൂടി വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കുക്കറിലേക്ക് ബീഫ് ഇടുന്നുണ്ട്. എല്ല് നമുക്ക് കഴിഞ്ഞിട്ട് ആദ്യം മസാല ഒന്ന് തിരുമ്പിയതിന്റെ ശേഷം ഇടാം. ഓക്കെ, അതിലേക്ക് നമ്മൾ ഈ സവാള ഇടുക. 2 വലിയ സവാള ഉണ്ട്. 3 വേണമെങ്കിൽ നമുക്ക് 3 എടുക്കാം, കുഴപ്പമൊന്നുമില്ല. 2 മീഡിയം തക്കാളി, 2 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 2 പച്ചമുളക്, വേപ്പിൻ്റെ ഇല, നമ്മൾ നേരത്തെ എടുത്തു വെച്ച മല്ലിപ്പൊടി, മുളകും പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. ഓക്കെ, നേരത്തെ കുരുമുളക് പൊടി ഞാൻ ടേബിൾ സ്പൂൺ പറഞ്ഞ ടീസ്പൂണാണ് കേട്ടോ. അത് ഇതിൽക്കിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഓൾ ഗരം മസാല, ഗ്രാമ്പു, പട്ട, ഏലക്കായ, ബേ ലീഫ്. അതിലൂടെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതും എല്ലാവരും ഇടുന്ന നിർബന്ധമായി ഇടുന്ന സാധനമായ
ഉപ്പ്. നമുക്ക് കല്ലുപ്പാണ് ചേർക്കുന്നത്. 2 ടീസ്പൂണ് കല്ലുപ്പാണ് ചേർക്കുന്നത്. കല്ലുപ്പ് ബീഫിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പൊതുവെ പറയാറുണ്ട്. അതുകൊണ്ടാണ് കല്ലുപ്പ് എടുക്കുന്നത്. പിന്നെ നമ്മൾ വിട്ടുപോയ വേറൊരു സാധനം കൂടി, വെളിച്ചെണ്ണ കൂടി ചേർത്ത് നമുക്ക് നന്നായി തിരുമ്പ. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നെയ്യ് കൂടുതലുണ്ടെങ്കിൽ വേണം കുറക്കാട്ടോ. എന്നിട്ട് നന്നായി തിരുമ്പി പിടിപ്പിക്കുക. എല്ലാം ആദ്യം ഇടാണ്ടിരിക്കാൻ കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ എല്ല് അതിന് ഷാർപ്പാണ് കൈ മുറിയാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തിരുമ്പുമ്പോൾ എല്ല് ചേർക്കാണ്ടിരുന്നത്. നമുക്ക് ഇനി ഇതിലേക്ക് എല്ലും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വഴറ്റാൻ ഇതിനൊന്നും നിൽക്കണ്ട. ഇതിങ്ങനെ വെച്ചിട്ട് കുക്കറിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ബാക്കിയുള്ള പണികൾ നടക്കും. വഴറ്റാൻ നിൽക്കണമെങ്കിൽ കുറേ നേരം പിടിക്കും. അങ്ങനെ വേണം അങ്ങനെ ചെയ്യാം. ഇത് വേറൊരു മെത്തേഡാണ്. ഇത് നന്നായി നമ്മൾ തിരുമ്പി ചെയ്തിട്ടുണ്ട്. ഇത് ഈ സവാളയുടെയും തക്കാളിയുടെയും ഈ ബീഫിൽ നിന്നൊക്കെ ഉള്ള വെള്ളം ശരിക്കും മിക്സ് ആണ് കേട്ടോ. നന്നായി തിരുമ്പണം. അതാണ് ഇതിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ എല്ല് ലാസ്റ്റ് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ എല്ല് കയ്യുമ്പോൾ കുത്തും. അതുകൊണ്ടാണ് എല്ല് ഫസ്റ്റ് ഇടാണ്ടിരുന്നത്. ഓക്കെ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതാക്കി എടുക്കാം. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കായം കൂടി ഇടേണ്ടതാണ്. ഓക്കെ. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഇനി ഒരു എല്ലൊക്കെ ഉള്ളത് കൊണ്ട് ഒരു 5-6 അടി ആകുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. ബീഫ് നിങ്ങളത് വേവ് കുറവാണെങ്കിൽ എണ്ണം കൂട്ടുകയൊക്കെ ചെയ്യാട്ടാ. അപ്പൊ നമ്മള് വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. നന്നായി തിരുമ്പി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിന്റെ മൂടി ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം. നമുക്കിനി ഇത് കത്തിക്കാം. അപ്പൊ നമുക്കിത് കുക്കർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചിട്ടുണ്ട്. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇടുക, പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഒരു 5-6 അടി അടിക്കുന്നവരെ കാത്തു നിൽക്കാം. ഇനി വെന്ത് കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് നല്ലൊരു പണി പാളിയുണ്ട്. ഞാനിത് 10-25 മിനിറ്റ് കാത്തു നിന്നിട്ട് ഈ സാധനം പിസിലടിക്കുന്നില്ല. ഇത് ഇങ്ങോട്ട് നോക്കി, ഈ സാധനം കടന്ന് ഇങ്ങനെ തിരിയുന്നുണ്ട്. സാധാരണ കുക്കർ പോലെയല്ല, നമ്മളത് ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ആടെ യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോ മലയാളത്തിൽ ഇതിന്റെ വ്ളോഗൊന്നും കാണുന്നില്ല. അപ്പൊ ഞാനിത് അറബിക്കിലുള്ള ഒരു വീഡിയോ കണ്ടപ്പോ മനസ്സിലായത് ഏകദേശം സമയമായി കഴിഞ്ഞാൽ ഇതിന്റെ വിസില് ഊരെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മളിത് ഏകദേശം 25 മിനിറ്റിന് മേലെ അയക്കണ്. നമ്മളിത് ഓൾറെഡി ഇനി ഓഫാക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് ഇതിന്റെ എയർ കളഞ്ഞിട്ട് നമുക്ക് നോക്കാം വെന്തിട്ടുണ്ടോ ഇല്ലെന്ന്. ഇല്ലെങ്കിലും കുറച്ച് അടച്ചേക്കാം. നമ്മൾ വെന്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഇതിന്റെ വിസില് നമ്മളിങ്ങനെ പൊന്തിച്ചിട്ട് ഇതിന്റെ എയർ കളയാൻ പോകണം. അവർ ഊരെടുക്കാനാണ് അവർ പറയുന്നത്. അപ്പോ ഊരെടുത്താൽ ചിലപ്പോൾ തെറിക്കും എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ പതുക്കെയാണ് കളയുന്നത്. എന്നിട്ട് തുറന്നതിന്റെ ശേഷം ഇത് വെന്തോ ഇല്ല എന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് പറയാം. അപ്പൊ ഇതിന്റെ എയറൊക്കെ ഒന്നായി പോയിട്ട് നമുക്ക് വിസിൽ ഊരെടുക്കണമെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം എന്താണ് ഇതിന്റെ അവസ്ഥ എന്നുള്ളത് അറിയണമല്ലോ. ചൂടുണ്ട്. ഓക്കെ. നമുക്ക് പൊന്തിച്ച് വെക്കാം. അയ്യോ സൂപ്പറായിട്ട് വെന്തുണ്ട് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോ ബീഫ് ഏകദേശം 3/4 വേവായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്. അതിൽ കുറച്ച് ഞാൻ ഉപ്പ് ഇടുന്നുണ്ട്. ഓക്കെ. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മല്ലിയില ഇതിന്റെ ഒപ്പം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച കായ ഉണ്ടല്ലോ, കായം കൂടെ ഇട്ടിട്ടൊന്ന് നമുക്ക് അടിക്കാം. ഏകദേശം നമുക്കൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തുകയാണ് നല്ലത്. അതെനിക്ക് അറിഞ്ഞായിരുന്നില്ല. ഞാൻ അതിനെ കുറിച്ചിട്ട് മുമ്പ് യൂസ് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ആരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനത് അടിയെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നമുക്കിനി ഇത് ഒന്നും കൂടി വേവിച്ചിട്ട് കാണിച്ചു തരാം. ഒരു കായം മല്ലിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു 15 മിനിറ്റും കൂടിയും ഒന്ന് വേവിച്ചിട്ട് നോക്കാം. വിസിലടിക്കാൻ കാത്ത് നിൽക്കണ്ട ആരും ഈ കുക്കറാണെച്ചെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വെന്തുണ്ടെങ്കിൽ നമുക്ക് ഓഫാക്കാം. ഓക്കെ. ഞാനത് ആ വിസിൽ രണ്ടാമത് ഇടണം. അങ്ങനെ തിരിയുന്നുള്ളൂ. ആ വിസിലടിയുന്നില്ല. എനിക്കത് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം വിസിലടിക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഡയറക്ഷൻ ഉണ്ട് തിരിക്കണ്ടേ. അപ്പോൾ ആ ഡയറക്ഷനിൽ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവും. ഓക്കെ. നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 15 മിനിറ്റും കൂടി നമ്മൾ രണ്ടാമത് വേവിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ എയറൊക്കെ പോയി. നമുക്കിത് തുറന്നു നോക്കാം. നമുക്ക് കുറച്ച് കറി കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ചിട്ട് തിക്കിൽ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് കറിയുള്ള ടൈപ്പിലാണ് ഉണ്ടാക്കിയുള്ളത്.
കണ്ടില്ലേ, കുറച്ച് കറി വേണം എനിക്ക്. നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് കുറച്ച് കറി ആവശ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ച് കട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനത്തെ കുക്കറാണ് നിങ്ങൾ മേടിക്കണമെന്ന് വെച്ചെങ്കിൽ വിസിലടിക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോ. അത് നമുക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. പക്ഷെ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടും ഈ വിസിലൊന്നും വരാണ്ടായപ്പോ ഞാനത് യൂട്യൂബിൽ അടിച്ചു നോക്കി. അപ്പൊ അതില് വിസിലടിക്കൊന്നും കാണിക്കുന്നില്ല, അങ്ങനെ തിരിയുന്നുള്ളൂ. അപ്പൊ ഏകദേശം ആ ടൈം ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഓഫ് ആക്കുക. അപ്പൊ അത് വെന്തിട്ടുണ്ടായിരിക്കും. അത്രയാണ് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, നമുക്കിനി കഴിക്കുന്നതിലേക്ക് പോകാം. അപ്പൊ നമുക്കിത് വിളമ്പാം. കുറച്ച് നെയ്ച്ചോറ് എടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ടേസ്റ്റ് നോക്കാനായിട്ട് വന്നത് കേട്ടോ. എനിക്കിത് മാത്രം മതിയാവില്ല. അതിൻ്റെ കൂടെ കുറച്ച് കറി ഒഴിക്കുന്നുണ്ട്. കുറച്ച് കായ ഇടാം നമുക്ക്. അങ്ങനെ ഇട്ട് നോക്കണ്ടല്ലോ, കായ ഇട്ടിട്ടുള്ള കറി. കുറച്ച് കറിയും കൂടെ ഒഴിച്ച് ഞാൻ കുറച്ച് തൈര് കച്ചമ്പറ ഉണ്ടാക്കുന്നത്. കുറച്ച് മാങ്ങച്ചാറ് കുറച്ച് മതി, എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള അച്ചാറ്. കഴിച്ചിട്ട് അതിനെ ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. സംഭവം സൂപ്പറാണ്. നിങ്ങൾ ഉണ്ടാക്കി വെക്ക്. കുറെ ബുദ്ധിമുട്ടൊന്നുമില്ല, വായിട്ടാണ് നിൽക്കണ്ട. തിരുമ്പിയിട്ട് വെച്ച് കഴിഞ്ഞാല് മറ്റേ കുക്കറിലാണെങ്കിൽ ഒരു 4-5 6 അടി അടിക്കുന്നവരെ ആക്ക ബീഫിന്റെ വേവ് പോലെ. അപ്പോൾ സംഭവം പെട്ടെന്ന് നിങ്ങൾക്ക് പണി കഴിയും. ഓക്കെ, നിങ്ങൾക്ക് ഇത് അരിയാനും വേണമെങ്കിൽ മറ്റേ ക്രഷറിൽ ഇട്ടിട്ട് സവാളയും തക്കാളിയൊക്കെ അരിയാനും പറ്റൂട്ടാ. നിങ്ങൾ ഇത് ഓരോന്നോരോന്ന് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.